ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ് നീറ്റ് എക്സാം സ്കാം. രാജ്യം മുഴുവൻ ഇലക്ഷൻ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന ആ ഒരു ദിവസം മറ്റൊരു നാഷണൽ എക്സാം റിസൾട്ട് കൂടി വരുന്നു. നീറ്റ് എക്സാം റിസൾട്ട് പണം കൊടുത്തും വീട് തോറും കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്ന പോലെയല്ല ഇത്. കഷ്ടപ്പാടിന്റെയും അതികഠിന പ്രയത്നത്തിന്റെയും ഒരു മത്സര പരീക്ഷയാണ്. ഡോക്ടറാകാനുള്ള അതിയായ ആഗ്രഹത്തിലാണ് ഓരോ വിദ്യാർത്ഥിയും ഈ പരീക്ഷയെ സമീപിക്കുന്നത് തന്നെ. മക്കളെ നല്ലൊരു ഡോക്ടറാക്കി മാറ്റണം എന്ന ആഗ്രഹത്താലാണ് ഓരോ രക്ഷിതാക്കളും അവരെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിപ്പിക്കുന്നത്. ഇല്ലാത്ത പണവും മുടക്കി മക്കളെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നീറ്റിന് പഠിപ്പിക്കുന്ന അച്ഛനമ്മമാർ ഒരുപാടുള്ള സമൂഹമാണ് നമ്മുടേത്. 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയൊരു പരീക്ഷയാണ് നീറ്റ് എക്സാം. അതാണ് ഇത്രയും നിസ്സാരവൽക്കരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഊണും ഉറക്കവും ഇല്ലാതെ പഠിച്ചവരെക്കാളും മാർക്കുകളാണ് പഠിക്കാത്തവന് ലഭിച്ച മാർക്കുകൾ. 720-ൽ 720 മാർക്ക് ലഭിച്ചത് 67 പേർക്കാണ്. ഓർക്കണം, എങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചു? കൂടാതെ 180 ചോദ്യങ്ങൾ ഉള്ളതിൽ 179 ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയാക്കിയ വിദ്യാർത്ഥിക്ക് ലഭിക്കേണ്ട മാർക്ക് ഏകദേശം 716 മാർക്കാണ്. 179 × 4 എന്ന കണക്ക് പ്രകാരം. അങ്ങനെയെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് കിട്ടേണ്ടത് 716 മാർക്കാണ്. അതിൽ കൂടുതൽ എങ്ങനെ പോയാലും വരില്ല. ഇവിടെ പരീക്ഷ എഴുതിയ 2 വിദ്യാർത്ഥികൾ ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ കേൾക്കണം. 718-ഉം 719 എന്ന അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? ഇതിന് NTA കൊടുത്ത വാദം എന്താണെന്നോ? അതിന് രസകരമായി തോന്നിയ ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകി എന്നുള്ളത്. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് എങ്ങനെ ലഭിക്കും? ഇപ്പം മെഡിക്കൽ വിദ്യാർത്ഥികൾ നീറ്റ് സീറ്റ് ലഭിക്കാൻ വേണ്ടി കലോത്സവത്തിനോ അല്ലെങ്കിൽ NCC NSS പോലുള്ള ഉള്ളവയിലോ എല്ലാം പങ്കെടുക്കുന്നുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ എന്തടിസ്ഥാനത്തിലാണ് NTA ഗ്രേസ് മാർക്ക് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നൽകിയത്? NTAക്ക് പറയാനുണ്ടായിരുന്നത് വിദ്യാർത്ഥികൾക്ക് എക്സാം ഇൻവിജിലേറ്റേഴ്സിന്റെ നിസ്സാര പിശക് കാരണം കുട്ടികൾക്ക് സമയം ലഭിക്കാതിരുന്നു എന്നുള്ളതാണ്. അതുമൂലം കുറച്ച് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നാണ് NTAയുടെ വിശദീകരണം. അടിസ്ഥാനരഹിതമായ ഉത്തരങ്ങളാണ് ഇപ്പോൾ NTA നിരത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മെയ് 14 വരേണ്ടിയിരുന്ന റിസൾട്ടാണ് രാജ്യം കാത്തിരുന്ന ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടിന്റെ അതേ ദിവസം പബ്ലിഷ് ചെയ്തത്. ഇതിൽ തന്നെ NTAയുടെ ഭാഗപ്പിഴവുകൾ ചോദ്യം ചെയ്യാതിരിക്കാൻ ചെയ്തിട്ടുള്ള ഒരു സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷ, 13 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുന്ന ഒരു പരീക്ഷ കൂടിയാണിത്. ഇവിടെ ചോദ്യപേപ്പറുകൾ ലീക്ക് ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ ഒരു നാഷണൽ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു പ്രധാനമായിട്ടുള്ള പരീക്ഷ ഓൺലൈൻ ആകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഓഫ്ലൈനിലാണ് ഈ വിദ്യാർത്ഥികൾ ഇതെല്ലാം എഴുതുന്നത്. അതിനാൽ ഇത്തരത്തിലുള്ള പിഴവുകൾ വർദ്ധിക്കുകയുള്ളൂ. എന്നാൽ ഓൺലൈനിലാക്കാനുള്ള സംവിധാനമോ അത് കുറവാണ്. കാരണം ഇത്രയും 24 ലക്ഷം കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയല്ലേ, അതിനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയാണ് ഇവിടെ വേണ്ടത്. എന്നാൽ JEE പോലുള്ള പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ഡേയ്സിൽ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നടത്തുന്ന ഒരു പരീക്ഷയാണത്. ഇപ്പോൾ JEE പോലുള്ള പരീക്ഷകളിൽ മെയിൻ എക്സാംസ് ഉണ്ട്, അതുപോലെ അഡ്വാൻസ് എക്സാംസും ഉണ്ട്. എന്നാൽ ഈ നീറ്റ് ഒരൊറ്റ ദിവസം നടത്തുന്ന പരീക്ഷകളാണ്. ഇതെല്ലാം നികത്താൻ കഴിയുന്നതും അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ ഇപ്പം നീറ്റ് എക്സാം ചോദ്യ പേപ്പർ ലീക്ക് ആയതിനെ തുടർന്ന് 4 ഇൻവിജിലേറ്റേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 13 പേരെ ബീഹാറിൽ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ തന്നെ പരീക്ഷാ തീയതിക്ക് ഒരു ദിവസം മുൻപ് തന്നെ 20ഓളം വിദ്യാർത്ഥികൾക്ക് ചോദ്യ പേപ്പർ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നതിലെ ബ്രോക്കർമാർ വരെയുണ്ട്. അവർ ചോദ്യ പേപ്പർ നൽകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന എത്ര രൂപയെന്നറിയും? 30 മുതൽ 50 ലക്ഷം വരെയാണ്. ഇങ്ങനെ ഒരു വലിയൊരു തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതാവുന്നത്. ഇപ്പം നീറ്റ് റീകണ്ടക്ട് ചെയ്യാനുള്ള തീരുമാനങ്ങൾ പുരോഗമിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇനിയും പരീക്ഷ നടക്കും. ഇനിയും ഒരു വട്ടം കൂടി എഴുതുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ കോൺഫിഡൻസ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. രാവും പകലും ഇല്ലാതെയുള്ള കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഓരോ വിദ്യാർത്ഥിയുടെയും പരീക്ഷാ ഫലം എന്ന് പറയുന്നത്. ഇപ്പം ശാരീരികമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടുമുള്ള ഒരുപാട് പ്രഷറും ഫ്രസ്ട്രേഷൻസുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. പരീക്ഷയിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്തതിനാൽ തന്നെ മരണത്തിന് കീഴടങ്ങിയ വിദ്യാർത്ഥികളുടെ വാർത്തകൾ വരെ നമ്മൾ കേട്ടു. വളർന്നു വരുന്ന പ്രതീക്ഷകളാണ് അവർ ഓരോരുത്തരും, അല്ലെ? ആ പ്രതീക്ഷകളെയാണ് കബളിപ്പിക്കുന്നതും അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നതുമെല്ലാം.
ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ ഉടൻ തന്നെ പിടിച്ചു കെട്ടേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നീറ്റ് എക്സാം എഴുതാൻ വന്ന വിദ്യാർത്ഥികളെ പരിശോധനകൾ ഇപ്പോഴും വിവാദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത്രയും സൂക്ഷ്മതയോടെ നടത്തുന്ന പരീക്ഷയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വിധേയമായിരിക്കുന്നത്. ഇതിന് ഉടൻ തന്നെ പ്രതിവിധി കണ്ടെത്തുക തന്നെ വേണം.